ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി സൂര്യ എല്ലാവർക്കും മുന്നിൽ രാജുവിനോട് പറയാണ് ആ വിഷുവിൻ്റെ സീഡ്സൊക്കെ കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ രാജു ആ സീഡ്സ് കൊണ്ടുവരാണ്. അങ്ങനെ എല്ലാവരോടും ഇത് പങ്കിട്ട് അത് എല്ലാവർക്കും ഇങ്ങനെ സൂര്യ കൊടുക്കണം കേട്ടോ. അതായത് യതീന്ദ്രന് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ സോഫയിൽ ഇങ്ങനെ പത്മയും അതുപോലെ ഇന്ദ്രജ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സീഡ്സ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ് ഇന്ദ്രജയ്ക്ക്. അപ്പോൾ വിജയ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ സാരിയിലൊക്കെ എണ്ണ ഒഴിച്ചപ്പോൾ എന്താ ഉണ്ടായത്, എനിക്ക് കിട്ടേണ്ടതും കിട്ടി, എന്നാൽ എനിക്കിപ്പോൾ എന്താ എണീറ്റടക്കാൻ പോലും വയ്യ എന്നൊക്കെ പറയാണ്. അങ്ങനെ നന്ദിനി എല്ലാവർക്കും സീഡ്സ് കൊടുക്കുക. എല്ലാവരും ആ മധുരം കഴിക്കുന്നതിനിടയിൽ നന്ദിനിക്ക് മനസ്സിനൊരു വിഷമം തോന്നണം കേട്ടോ. നന്ദിനി പറയാണ്, സൂര്യ സാർ ഞാൻ അവർക്കും കൂടി കൊടുക്കട്ടെ എന്ന് ചോദിക്കണം കേട്ടോ. അത് കേൾക്കുന്ന സൂര്യ, നന്ദിനി ഇനി എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ, ഇനിയിപ്പോൾ ഈ സീഡ്സ് എല്ലാം എയറിലോട്ട് കളഞ്ഞാൽ നിനക്ക് നല്ല സ്വസ്ഥത ഉണ്ടാവില്ലേ, അതിനു വേണ്ടിയാണ് നീ അവർക്ക് കൊണ്ടുകൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വസ്ഥത അതാണ് വേണ്ടത്, ആ സ്വസ്ഥത കളയാനാണോ എന്ന് ചോദിക്കുമ്പോൾ പത്മ ഇതൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോഴേക്കും ഇവിടെ വേദ പറയണ, അമ്മേ നമുക്ക് അകത്തോട്ട് പോകാം എന്ന് പറയാം കേട്ടോ. അത് കേട്ടോടെ തന്നെ എന്തിനകത്ത് പോകണം, ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറയണേ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ യതീന്ദ്രൻ, എന്തായാലും നിങ്ങൾ വിഷുവിനുള്ള ആഘോഷം നടത്തിക്കോളൂ, ഞങ്ങളുടെ ഡ്രസ്സ് മാറി വാ എന്ന് പറയാണ്. അങ്ങനെ ഈ സമയം നന്ദിനി മേടിച്ച ആ സാരിയും അതുപോലെ തന്നെ ആ ഡ്രസ്സും എടുത്തിട്ട് ഇവർ ഡ്രസ്സ് മാറി വരികയാണ് കേട്ടോ. ഇത് കാണുന്ന വിജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സാരിയിൽ എണ്ണ ഒഴിച്ചത്, ഇപ്പോൾ എന്താ ഉണ്ടായത്, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രത്തിനേക്കാൾ നല്ല വില കൂടിയ വസ്ത്രം അവൾക്ക് ധരിക്കാൻ കഴിയുകയും എനിക്കുണ്ടെങ്കിലും കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തില്ല, ഇപ്പം ഞാനിത് ഈ അടിയൊക്കെ മേടിച്ചതിൽ എന്താ കാര്യം ഉണ്ടായത്, ഇപ്പോൾ അവർ പുതിയ വിഷുക്കോടി തന്നെ അണിഞ്ഞില്ലേ എന്ന് പറയണം. അങ്ങനെ ഈ സമയം സൂര്യയാണെങ്കിലോ, ഡാഡി എങ്ങനെയുണ്ട്, നന്ദിനി എനിക്ക് എടുത്തു തന്ന ഈ ഉടുപ്പും ഈ ഡ്രസ്സും അതുപോലെ തന്നെ നന്ദിനിയുടെ സാരി എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി യതീന്ദ്രൻ്റെ മുന്നിൽ വെച്ച് സുദേവൻ പറയണേ, എന്തായാലും നല്ല അടിപൊളി ഡ്രസ്സ്, ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ അടിപൊളിയാണ്, മോനിക്ക് ഇന്ന് വേഷം നന്നായി ചേരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയണേ കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ അതിങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ പത്മക്കും അതുപോലെ തന്നെ ഇന്ദ്രജയ്ക്കും കഴിയുന്നില്ല കേട്ടോ. അപ്പം ഇന്ദ്രജ പറയണം, മമ്മി എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ഉടനെ എന്ത് കാണാനാണെങ്കിലും ശരി, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, അത് അവരെ പേടിച്ച് പോകുന്നതില്ലായിരിക്കും, എന്നാലും മമ്മി ഇത്രയും അപമാനം സഹിച്ചിട്ട് അവർക്ക് മുന്നിൽ നമ്മളൊരു കോമാളിയെ പോലെ നിൽക്കേണ്ടി വരും, നീ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ പറയണേ, എന്താ ഇനിയിപ്പോൾ നോക്കി നിൽക്കുന്നത്, നമ്മുടെ വിഷുവിൻ്റെ ആ ചടങ്ങുകൾ നടത്തേണ്ടേ, പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ മുറ്റത്തോട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം പിടിക്കണം പത്മക്കും ഇന്ദ്രജിക്കും വേദക്കും. പക്ഷേ എന്നാൽ കാണാതിരിക്കാനും വയ്യ, അങ്ങനെ മാറി നിന്ന് കാണുകയാണ് കേട്ടോ. ഈ സമയം കാണാം സൂര്യ നന്ദിനിയെ കൈ പിടിച്ചിട്ട് ഒരു മേശപ്പൂത്തിരി കത്തിക്കുകയാണ്, അതായത് അവിടെ വെച്ചിട്ട് ഒരു പൂത്തിരി കത്തിക്കുക. അപ്പോൾ സമയം നന്ദിനിക്ക് നന്നായി പേടി വരികയാണ്. അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. ആ സമയം എങ്ങനെ പേടിച്ചാൽ എങ്ങനെ, ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി പിന്നീട് പൊട്ടിക്കാൻ കൂടില്ല കേട്ടോ. ഓരോ പടക്കം പൊട്ടിക്കുമ്പോഴും നന്ദിക്ക് പേടി വരും കേട്ടോ. അങ്ങനെ നന്ദി ഈ പേടിയോടുകൂടി ഇപ്പുറത്ത് ഭയത്തിൽ നിൽക്കുമ്പോൾ സൂര്യയാണെങ്കിൽ ഓരോന്ന് പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും സുദേവനോട് പറയണേ, എന്താ നിൽക്കുന്നത്, എന്തിനാ മക്കൾ നിൽക്കുന്നത്, മക്കളൊക്കെ എന്താ മിണ്ടാന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ അനിയത്തിമാരോടൊക്കെ പൊട്ടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ തലക്കന്നായി പൊട്ടിക്കുമ്പോൾ നന്ദിനി അയ്യോ പേടിയാവുന്നതെന്ന് പറഞ്ഞിട്ട് കഥക് വിട്ടാണ്, ചെവി കൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ചെവി ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ്. ആ സമയം നന്ദിനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂര്യ ഇങ്ങനെ അടുത്ത് നിന്നിങ്ങനെ ഓരോ പടക്കങ്ങളും ഓരോ തരം മാലപ്പടക്കം അങ്ങനെ ഓരോന്നായി ഇങ്ങനെ പൊട്ടിക്കുന്നത് കാണുമ്പോൾ നന്ദിനിയുടെ നെഞ്ചെടുപ്പ് കൂടി വരായിട്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സൂര്യ സാർ വേണ്ടാത്തന്നെ നിൽക്കേണ്ട, സൂര്യ സാർ ഇങ്ങ് പോരെ, എനിക്ക് പേടിയാവുന്നു, സൂര്യ സാർ നിങ്ങൾ വരുന്നുണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് താൻ പലവട്ടങ്ങളായി വിളിക്കൂട്ടോ. പക്ഷേ ഈ വിളിക്കൊന്നും ഈ സമയം സൂര്യ ഉത്തരം നൽകില്ല. സൂര്യ ഇതൊരു രസമാക്കി എടുക്കുകയാണ്. എന്നാൽ ഈ സമയം പത്മയും വേദയും ഇന്ദ്രജയും വിജയൊക്കെ കണ്ടതുണ്ട്, എന്തൊരു കഷ്ടമാണ്, ഇപ്പോൾ അവരുടെ വിഷു ആഘോഷിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യത്തോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണ എത്രത്തോളം പോകുന്നു നോക്കട്ടെ, നീ മിണ്ടാതിരിക്കുക എന്ന് പറയണം. ഇതേ സമയം വിജയാണെങ്കിലോ, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു, അവരുടെ അടിയും കിട്ടി, ഇപ്പോൾ അവർക്ക് ആഘോഷമായി, പുതിയ ഡ്രസ്സ് ഇട്ട്, ഞാനാണെങ്കിലോ സൂര്യയുടെ അടി കിട്ടി ഒരു ഇഞ്ച് പോലും എനിക്ക് നിൽക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണേ, എൻ്റെ കരണത്ത് വീട അടിയും എനിക്ക് നന്നായി അറിയാം, ഇനി അവനങ്ങനെ നിൽക്കണ്ട, നിങ്ങൾ വരുമെന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഇവർ മാറി നിൽക്കുകയാണ്, ഒരു സൈഡിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ പത്മ ഇത് ശ്രദ്ധിക്കുന്നില്ല.
എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഓരോ കപ്പിപ്പൂത്തിരിയും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നന്ദിനിയുടെ ആ കുഞ്ഞ് അനിയത്തിയില്ലേ, അവരെ വിളിക്കുകയാണ് ഈ പറയുന്ന സൂര്യ. "നീ ഇങ്ങ് വന്നേ" എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ വലിയ റോള് ഇരിക്കുന്നുണ്ട് അവിടെ, ഒരു മാലപ്പടക്കം. അത് നീ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂര്യയുടെ കയ്യിൽ ഇവർ കൊടുന്നു കൊടുത്ത് പോകുന്നുണ്ട്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ സൂര്യ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ കൈകളിലോട്ട് ഒരു നേട്ടവും വരില്ല. അവന് ഓരോ ദിവസവും നമ്മളെ തകർത്തും കൊണ്ടിരിക്കുകയാണ് വിജയ്. അതുകൊണ്ട് വിജയ് ഞാൻ പറയുന്നത് ചെയ്യുമോ? അപ്പോൾ വിജയ് പറയണത്, ഞാൻ നീ എന്ത് പറയുന്നതും ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. നീ പറയുന്നത് ചെയ്തിട്ടാണല്ലോ ഇന്ന് എനിക്ക് അടി കിട്ടിയത്, ഞാൻ ഓക്കെയാണെന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം എന്നാൽ ഒരു തീപ്പെട്ടി എടുത്തിട്ട് വാ എന്ന് പറയണേ. ഇതേ സമയം ഈ അനിയത്തിക്കുട്ടി ഈ റോള് സൂര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ മലപ്പടക്കമാണ് അത്, നിലത്ത് നിന്ന് ഇങ്ങനെ വലിയ അത്യാവശ്യം മീറ്ററോളം. അപ്പോൾ അത് സൂര്യ ഇങ്ങനെ പരത്തി താഴെ ഇങ്ങനെ റോളിങ്ങനെ നിവർത്തി ഇങ്ങനെ സൂര്യ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോഴേക്കും ഇപ്പുറത്ത് സുദേവനോട് പറയുന്നുണ്ട്, ഒരു പൂത്തിരി എടുത്തിട്ട് വാ, അത് കത്തിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുദേവൻ ആ പൂത്തിരി ഇങ്ങനെ ചെറുതായ ഒരു മെഴുകുതിരി കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. പൂത്തിരിയും കയ്യിലുണ്ട്. അപ്പോൾ മെഴുകുതിരി ഇങ്ങനെ നിൽക്കുകയാണ്, കയ്യിലുണ്ടല്ലോ, കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതെടുത്തിട്ട് സുദേവൻ അതിൻ്റെ അറ്റത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം കാണാം ഇപ്പുറത്തെ നന്ദിനിയുടെ കണ്ണിലൊരു പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. അതായത് വിജയ് ഓടി വന്നിട്ട് ഇന്ദ്രജയുടെ കയ്യിൽ തീപ്പെട്ടി കൊടുക്കണം, ഇതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ, ഇനി കണ്ണടച്ചേക്കുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരതിയിട്ട് ഈ മാലപ്പടക്കം നിലത്ത് ഇങ്ങനെ റോള് താഴെ ഇങ്ങനെ വിരിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ സൂര്യ ഒരു ഭാഗത്ത് നിന്ന് വിരി തുടങ്ങുന്നുള്ളൂ. സുദേവനാണെങ്കിൽ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ കടന്നു പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും സൂര്യയുടെ തൊട്ടടുത്തായിട്ട്, അതായത് സൂര്യ വിരിക്കുന്നതിൻ്റെ ഒരടി മുന്നിലോട്ടായിട്ട് ഈ ഇന്ദ്രജ ഒരു തീപ്പെട്ടി ഒരതിയിട്ട് ആ പടക്കത്തിലോട്ട് അങ്ങ് ഇടുകയാണ്. അതോടുകൂടി പടക്കം ചടുപിടുന്നതിനെ പൊട്ടുകയാണ്. പക്ഷേ നന്ദിനിയാണെങ്കിലോ എല്ലാം കണ്ട് തലക്ക് വലിയൊരു ഷോക്ക് അടിച്ചതുപോലെ നന്ദിനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നന്ദിനി ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. കാരണം സ്വന്തം രക്തത്തെ കൊല്ലാൻ ഒരാൾ നോക്കുമോ? ഒരു പെങ്ങൾ സ്വന്തം ചോരയിലുള്ള തൻ്റെ അനിയനെ കൊല്ലാൻ നോക്കൂ എന്നുള്ള ആ ഭയത്തിൽ ഇങ്ങനെ നന്ദിനി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പാവൻ സുദേവൻ ഒന്നും അറിയാതെ ഈ മെഴുകുതിരിയും ഈ പൂത്തിരിയുമായി മുന്നിലോട്ട് കടന്നു പോയിട്ടുണ്ട്. അതാണ് പത്മയും വേദയും ഒക്കെ കാണുന്നത് കേട്ടോ. ഈ പറയുന്ന ബാക്കി എല്ലാവരും അതാണ് കാണുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ഈ ഒരു തീപ്പെട്ടിയുടെ കൊള്ളി വന്ന് വീഴുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഈ പടക്കം ചടുപുടുന്നനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പടക്കം പൊട്ടുന്നതിനോടുകൂടി സൂര്യ ആ പടക്കത്തിൽ കാല് വെക്കുന്ന അവസ്ഥ വരികയാണ്. സൂര്യക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. സൂര്യയുടെ കാലിനടി മൊത്തത്തിൽ പൊള്ളാണ്. അപ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ്. പക്ഷെ പടക്കം കെടുത്താൻ ആർക്കും പറ്റത്തില്ല. സൂര്യ ആ പടക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി സൂര്യയുടെ കാലിനടി മൊത്തം പോവുകയാണ്. സൂര്യ മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോഴാണ് നന്ദിനി സുബോധത്തിലോട്ട് വരുന്നത്. സൂര്യ സാർ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പടക്കം പൊട്ടലും സൂര്യയുടെ കാലിനടിയിൽ നിന്നും ബ്ലഡ് നിൽക്കാതെ വരുന്നുണ്ടാവും. സൂര്യ ആകെ അബോധാവസ്ഥയിലാവുകയാണ്. പിന്നീട് എല്ലാവരും കൂടി വലിച്ചു വാരി സൂര്യയെ കൊണ്ടുപോകുന്ന രംഗമാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി ഇന്ദ്രജയും വിജയും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ വിജയ് പറയണം, നമ്മളിങ്ങനെ നിന്നാൽ മതിയോ? അയ്യോ സൂര്യ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ പിന്നീട് അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും വേദയും ഓടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ പത്മ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും. പത്മ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഈ ഒരു സൂര്യയും വാരിയെടുത്ത് എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അങ്ങനെ ഇനി സൂര്യ മരണത്തോട് മല്ലടിക്കാണ്. ഇന്ദ്രജ തന്നെ അടിച്ചതിനുള്ള പ്രതികാരം സൂര്യക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത്.